ഓം നമോ ഭഗവതേ വാസുദേവായ. ഹരിമുരളീരവത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാരായണ നാരായണ ജയ ഗോവിന്ദ ഹരേ ഗോവിന്ദ ഹരേ. നാരായണ നാരായണ ജയ ഗോപാല ഹരേ ഗോപാല ഹരേ. നമുക്കിന്ന് 82ാമത്തെ ദശകം പഠിക്കാം. ബാണയുദ്ധം നൃഗമോക്ഷം. ഈ ദശകത്തിൽ നമ്മൾ പഠിക്കുന്നത് ബാണയുദ്ധത്തെക്കുറിച്ചും നൃഗമോക്ഷത്തെക്കുറിച്ചുമാണ്. മഹാവിഷ്ണുവായ കൃഷ്ണൻ്റെയും ലക്ഷ്മി ദേവിയായ രുക്മിണിയുടെയും അംശാവതാരമായ പ്രദ്യുമ്നനെ മായാവിയായ ശംബാസുരൻ അപഹരിച്ചു കൊണ്ടുപോയി. ആ ശംബരനെ പ്രദ്യുമ്നൻ വധിച്ചിട്ട് അവൻ്റെ ഭാര്യയായ രതിയും ഒന്നിച്ച് ദ്വാരകയിൽ വന്നു. അതിനുശേഷം രുക്മിയുടെ പുത്രിയായ രുക്മാവതിയെ പ്രദ്യുമ്നൻ വിവാഹം കഴിച്ചു. പ്രദ്യുമ്നന് രുക്മാവതിയിൽ ജനിച്ച പുത്രനാണ് അനിരുദ്ധൻ. അനിരുദ്ധൻ രുക്മിയുടെ പുത്രൻ്റെ പുത്രിയായ രോചനയെ വിവാഹം ചെയ്തു. ഭഗവാൻ ആ വിവാഹത്തിൽ പങ്കുകൊള്ളാൻ ബലരാമനൊന്നിച്ചു പോയി. മഹാബലിയുടെ പുത്രനും ശിവാനുഗ്രഹം കൊണ്ട് 1000 കൈ നേടിയവനും ശിവഭക്തനുമായ ബാണന് സൗന്ദര്യവും സുശീലയുമായ ഒരു മകളുണ്ടായിരുന്നു. അവളുടെ പേരാണ് ഉഷ. അവൾ അനിരുദ്ധനെ സ്വപ്നത്തിൽ ദർശിച്ചു. ഉറക്കത്തിൽ നിന്നുണർന്ന് തൻ്റെ കാമുകനെ അരികത്ത് കാണാതായി. വിരഹനിമിത്തം അതീവ ദുഃഖിതയായിത്തീർന്നു ഉഷ. സുഖദുഃഖങ്ങളിൽ ആത്മാർത്ഥമായി പങ്കുചേരുന്നവളും ചിത്രകലയിൽ സമർത്ഥയുമായിരുന്ന മറ്റു പല സിദ്ധികളുമുള്ള ഉഷയുടെ സഖി ചിത്രലേഖ ഉഷയ്ക്ക് ചേർന്ന യുവരാജാക്കന്മാരുടെ ചിത്രം വരച്ചു കാണിക്കുന്ന കൂട്ടത്തിൽ ചിത്രലേഖ അനിരുദ്ധൻ്റെ ചിത്രവും വരച്ചു കാണിച്ചു. രാത്രിയിൽ യോഗശക്തി കൊണ്ട് ആരുമറിയാതെ ഉറങ്ങിക്കിടന്ന അനിരുദ്ധനെ ദ്വാരകയിൽ നിന്നെടുത്ത് ഉഷാസദനത്തിൽ കൊണ്ടുവന്നു. അന്തഃപുരത്തിൽ ഉഷയും ഒരുമിച്ച് യഥാസുഖം കഴിയുന്ന അനിരുദ്ധനെ ശിവഭക്തനെന്ന അഹങ്കാരം വെച്ചുകൊണ്ട് വളരെ വിഷമിച്ച് മായാരണത്തിൽ ജയിച്ച് നാഗപാശം കൊണ്ട് പിടിച്ചു കെട്ടി. ഉഷയുടെ അച്ഛനായ ബാണൻ നാരദനിൽ നിന്നത് കേട്ടറിഞ്ഞ ഭഗവാനും യാദവന്മാരും ചേർന്ന് ബാണന്റെ ശോണിതപുരത്തെ ആക്രമിച്ചു. ബാണന്റെ നഗരം കാത്തുരക്ഷിക്കുന്നത് പാർവതീവല്ലഭനായ ശിവനാണ്. ശിവൻ ഭൂതഗണങ്ങളോടൊപ്പം യാദവരെ നേരിട്ടു. ശിവനും ഭഗവാനും തമ്മിൽ യുദ്ധം നടന്നു. ശത്രുക്കളെ സമൂലം ഭസ്മമാക്കാൻ തക്ക ശക്തിയുടെ ഉടമയായ സാക്ഷാൽ കൈലാസനാഥനായ ശിവനോടാണ് ഗോകുലവാസിയായ ശാന്തസുന്ദരനായ ഭഗവാൻ പോർ ചെയ്തത്. ശിവൻ പ്രയോഗിച്ച അസ്ത്രങ്ങളെല്ലാം തടഞ്ഞ് ശിവനെ മോഹനാസ്ത്രം കൊണ്ട് മയക്കിയപ്പോൾ ഭൂതഗണങ്ങൾ ഭയന്നോടി. സുബ്രഹ്മണ്യൻ പ്രദ്യുമ്നൻ ശരമേറ്റ് യുദ്ധരംഗത്ത് നിന്ന് പിൻവാങ്ങി. ബാണന്റെ മന്ത്രിയായ കുംഭാണ്ഡൻ ബലരാമന്റെ പ്രഹരമേറ്റ് ശരീരം തകർന്നവനായി. ബാണന്റെ ആളുകൾ പരാജയപ്പെട്ടപ്പോൾ ബാണൻ നേരിട്ട് വന്ന് പരാജയപ്പെട്ട് പിൻവാങ്ങി. പിന്നെ ശിവജ്വരം യുദ്ധത്തിനെത്തി. വിഷ്ണുജ്വരം അവരെ തോൽപ്പിച്ചു. ശിവജ്വരം ഭഗവാനെ സ്തുതിച്ചു. ഭഗവത് ഭക്തന്മാർക്ക് ജ്വരപീഡ മേലിൽ ഉണ്ടാകുകയില്ലെന്ന് അനുഗ്രഹിച്ചു പോയി. ബാണൻ അഹങ്കാരം കൊണ്ട് വീണ്ടും 1000 കൈകളിൽ ആയുധങ്ങളുമായി യുദ്ധം ചെയ്തു. ഭഗവാൻ 1000 കൈകളും മുറിച്ചു. ശിവനും വിഷ്ണുവും ഒന്നാണെന്നറിഞ്ഞ ബാണൻ ഭഗവാനെ സ്തുതിച്ചു. ശിവന്റെ വാക്കനുസരിച്ച് അവനാൽ പൂജിതനായ ഭഗവാൻ കൃഷ്ണൻ അനിരുദ്ധനോടും ഉഷയോടും കൂടി ദ്വാരകയിലേക്ക് പോയി. ഗോവർദ്ധനോദ്ധാരണം, പാരിജാതഹരണം, ഖാണ്ഡവദഹനം തുടങ്ങിയ സന്ദർഭങ്ങളിൽ ഇന്ദ്രനെയും, നന്ദഗോപഹരണത്തിന് വരുണനെയും, ഗുരുപുത്രനെ വീണ്ടെടുത്തപ്പോൾ യമനെയും, കാട്ടുതീ പാനം ചെയ്തപ്പോൾ അഗ്നിയെയും, വത്സസ്തേയത്തിൽ ബ്രഹ്മാവിനെയും, ബാണയുദ്ധത്തിൽ വെച്ച് ശിവനെയും ഭഗവാൻ ജയിച്ചു. അങ്ങനെ അവതാരങ്ങളിൽ എല്ലാത്തിലും വെച്ച് കൃഷ്ണാവതാരത്തിന് മേന്മയുണ്ട്. ദാനം ചെയ്ത പശുവിനെ വീണ്ടും മറ്റൊരാൾക്ക് നൽകിയതിനാൽ കോപിച്ച ബ്രാഹ്മണൻ
നൃഗൻ എന്ന രാജാവിനെ ഓന്തായി തീരട്ടെ എന്ന് ശപിച്ചു. ഭഗവാന്റെ കരസ്പർശത്താൽ നൃഗന് മോക്ഷം കിട്ടി. ഗുരുവായൂരപ്പ, ഭക്തനായ എന്നെ ആപത്തുകളിൽ നിന്നും രക്ഷിച്ചാലും എന്ന പ്രാർത്ഥനയോടെ ഭട്ടതിരിപ്പാട് ഈ ദശകം അവസാനിപ്പിക്കുന്നു. നമുക്ക് ഈ ദശകത്തിലെ 1ഉം 2ഉം ശ്ലോകങ്ങൾ നോക്കാം. ശ്രീമൻ നാരായണീയം ദശകം 82 ബാണയുദ്ധം നൃഗമോക്ഷം. ശ്ലോകം 1. പ്രദ്യുമ്നോ രൗക്മിണേയ സഖലു തവ കലാശംബരേണാഹൃതസ്തം ഹത്വാ രത്യാ സഹാബ്ദോ നിജപുരമഹരത് രുക്മികന്യാം ച ധന്യാം തത്പുത്രോഥാനിരുദ്ധോ ഗുണനിധിരവഹത് രോചനാം രുക്മിപൗത്രീം തത്രോദ്വാഹേ ഗതസ്ത്വം ന്യവധിമുസലിനാ രുക്മ്യഭിദ്യുതവൈരാത്. നമുക്ക് ഈ ശ്ലോകത്തിലെ വാക്കുകൾ പിരിച്ചിട്ട് അർത്ഥം നോക്കാം. പ്രദ്യുമ്നോ രൗക്മിണേയ സ ഖലു തവ കലാ ശംബരേണാഹൃതസ്തം ഹത്വാ രത്യാ സഹാബ്ദോ നിജപുരം അഹരത് രുക്മികന്യാം ച ധന്യാം തത്പുത്രോഥാനിരുദ്ധോ ഗുണനിധിർ അവഹത് രോചനാം രുക്മി പൗത്രീം തത്രോദ്വാഹേ ഗത സ്ത്വം ന്യവധി മുസലിനാ രുക്മ്യഭിദ്യൂത വൈരാത്. അർത്ഥം: തവ അവിടുത്തെ കലാ അംശവും രൗക്മിണേയ രുക്മിണീപുത്രനുമായ സ ആ പ്രദ്യുമ്ന പ്രദ്യുമ്നൻ ശംബരേണ ശംബരൻ എന്ന അസുരനാൽ ആഹൃത അപഹരിക്കപ്പെട്ടവനായി തം ശംബരാസുരനെ ഹത്വ കൊന്നിട്ട് രത്യാ സഹ രതിയോടുകൂടി നിജപുരം തൻ്റെ നഗരം ആപ്ത പ്രാപ്തനായി ധന്യാം ശ്രേഷ്ഠയായ രുക്മികന്യാം രുക്മിയുടെ പുത്രിയെ അഹരത് ച ഖലു അപഹരിക്കുകയും ചെയ്തു. അഥ പിന്നീട് തത്പുത്ര പ്രദ്യുമ്നൻ്റെ പുത്രനായ അനിരുദ്ധ അനിരുദ്ധൻ രുക്മിപൗത്രീം രുക്മിയുടെ പൗത്രിയായ, അതായത് പുത്രൻ്റെ മകളായ രോചനാം രോചനയെ അവഹത് വിവാഹം കഴിച്ചു. തത്ര അവിടെ ഉദ്വാഹേ വിവാഹാഘോഷത്തിൽ ത്വം അവിടുന്ന് ഗത ചെന്നു ദ്യൂതവൈരാത് ചൂതുകളി കൊണ്ട് വിരോധം തോന്നിയതിനാൽ മുസലിന ബലരാമനാൽ രുക്മി അഭി രുക്മിയും ന്യവധി കൊല്ലപ്പെട്ടു. നമുക്ക് ഈ ശ്ലോകത്തിലെ അക്ഷരങ്ങളൊന്ന് നോക്കാം. പ്രദ്യുമ്നോ രൗക്മിണേയ, അവിടെ വിസർഗമുണ്ട്. സ ഖലു, ഖ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഉറപ്പിച്ച് പറയണം. തവ കലാ ശംബരേണ ആഹൃത ശംബരേണാഹൃത സ്തം ഹത്വാ രത്യാ സഹാബ്ദോ നിജപുരം അഹരത് രുക്മികന്യാം ച ധന്യാം. ധ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഉറപ്പിച്ച് പറയാനുള്ളതാണ്. തത്പുത്ര അഥ അനിരുദ്ധോ ചേർത്തിട്ടാണ് തത്പുത്രോഥാനിരുദ്ധോ. ഥ അഥ എന്നുള്ളതിൻ്റെ ഥ എന്ന് നന്നായിട്ട് ഉറപ്പിച്ച് പറയണം. അതേപോലെ അനിരുദ്ധ എന്നുള്ളതിൻ്റെ ഥ എന്നും നന്നായിട്ട് ഉറപ്പിച്ച് പറയണം. ഗുണനിധിർ ധി എന്നുള്ള അക്ഷരം ഉറപ്പിച്ച് പറയാനുള്ളതാണ്. അവഹത് രോചനാം രുക്മി പൗത്രീം തത്ര ഉദ്വാഹേ ചേർത്തിട്ട് തത്രോദ്വാഹേ ഗത സ്ത്വം ന്യവധി ധി എന്നുള്ള അക്ഷരം നന്നായിട്ട് ഉറപ്പിച്ച് പറയണം. മുസലിന രുക്മി അപി ചേർത്തിട്ട് രുക്മി അപി ദ്യൂത വൈരാത്. പ്രദ്യുമ്നോ രൗക്മിണേയ സ ഖലു തവ കലാശംബരേണാഹൃതസ്തം ഹത്വാ രത്യാ സഹാബ്ദോ നിജപുരമഹരത് രുക്മികന്യാം ച ധന്യാം തത്പുത്രോഥാനിരുദ്ധോ ഗുണനിധിരവഹത് രോചനാം രുക്മിപൗത്രീം തത്രോദ്വാഹേ ഗതസ്ത്വം ന്യവധി മുസലിനാ രുക്മ്യഭിദ്യൂതവൈരാത്.
അടുത്തത് രണ്ടാമത്തെ ശ്ലോകം. ബാണസ്യ സാ ബലിസുതസ്യ സഹസ്രബാഹോർമാഹേശ്വരസ്യ മഹിതാ ദുഹിതാ കിലോഷാ തത്പൗത്രമേനമനിരുദ്ധമദൃഷ്ടപൂർവം സ്വപ്നേനുഭൂയ ഭഗവൻ വിരഹാതുരാഭൂത്. ഈ ശ്ലോകത്തിലെ വാക്കുകൾ പിരിച്ചിട്ട് അർത്ഥം നോക്കാം. ബാണസ്യ സാ ബലിസുതസ്യ സഹസ്ര ബാഹോർമാഹേശ്വരസ്യ മഹിതാ ദുഹിതാ കിലോഷാ ത്വത് പൗത്രം ഏനം അനിരുദ്ധം അദൃഷ്ട പൂർവം സ്വപ്നേനുഭൂയ ഭഗവൻ വിരഹാതുരാഭൂത്. അർത്ഥം: ഭഗവൻ അല്ലയോ ഭഗവാനെ, ബലിസുതസ്യ മഹാബലിപുത്രനായ, സഹസ്രബാഹോ 1000 കൈകളുള്ളവനും, മാഹേശ്വരസ്യ ശിവഭക്തനുമായ, ബാണസ്യ ബാണന്റെ, മഹിത എല്ലാവരാലും ബഹുമാനിക്കപ്പെടുന്നവളും, ദുഹിത മകളുമായ, സ ആ ഉഷാക്കില ഉഷ ആകട്ടെ, ത്വത്പൗത്രം അങ്ങയുടെ പുത്രന്റെ പുത്രനും, അദൃഷ്ടപൂർവം മുമ്പു കണ്ടിട്ടില്ലാത്തവനുമായ, ഏനം ഈ അനിരുദ്ധനെ, സ്വപ്നെ ഉറക്കത്തിൽ, അനുഭൂയ അനുഭവിച്ചിട്ട്, വിരഹാതുരാഭൂത് വിരഹിണിയായിത്തീർന്നു. നമുക്ക് ഈ ശ്ലോകത്തിലെ അക്ഷരങ്ങളൊന്ന് നോക്കാം, എങ്ങനെ വായിക്കുകയെന്നും. ബാണസ്യ, ബ എന്നുള്ളത് മൃദുവായിട്ട് പറഞ്ഞാൽ മതി. സാ ബലിസുതസ്യ, ഇവിടെയും അതേപോലത്തെ ബ എന്നാണ്. സഹസ്രബാഹോർ, ഇവിടെ അതേ ബ എന്ന്. മാഹേശ്വരസ്യ, ചേർത്ത് ചൊല്ലുമ്പോൾ 2 മാന്ന് വേണം. മഹിത ദുഹിത കില ഉഷ, അത് ചേർത്തിട്ടാണ് കിലോഷ. തത് പൗത്രം ഏനം അനിരുദ്ധം, അദൃഷ്ടപൂർവം ചേർത്ത് ചൊല്ലുമ്പോൾ തത് പൗത്രമേനമനിരുദ്ധമദൃഷ്ടപൂർവം. ഥ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഉറപ്പിച്ച് പറയണം. സ്വപ്നേ അനുഭൂയ ചേർത്ത് ചൊല്ലുമ്പോൾ സ്വപ്നേനുഭൂയ ഭഗവൻ. ഭൂ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഉറപ്പിച്ച് പറയണം. അതേപോലെ ഭഗവൻ എന്നുള്ളതിൻ്റെ ഭാന്നും ഉറപ്പിച്ച് പറയണം. വിരഹാതുരാഭൂത്, ഭൂ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഉറപ്പിച്ച് പറയാനുള്ളതാണ്. ബാണസ്യ സാ ബലിസുതസ്യ സഹസ്രബാഹോർമാഹേശ്വരസ്യ മഹിതാ ദുഹിതാ കിലോഷാ തത്പൗത്രമേനമനിരുദ്ധമദൃഷ്ടപൂർവം സ്വപ്നേനുഭൂയ ഭഗവൻ വിരഹാതുരാഭൂത്. ഹരിനാരായണ ഗോവിന്ദ, ജയ നാരായണ ഗോവിന്ദ. ഹരിനാരായണ ജയ നാരായണ ഗോവിന്ദ ഗോവിന്ദ ഗോവിന്ദ.